ല്ലോ എന്റെ ഭഗവാനെ, പുഴക്കരയെങ്കിൽ പുഴക്കര. ഇനി എങ്ങോട്ട് പോകാനാണെന്ന് ഇങ്ങനൊരു ജന്മം. ഒന്ന് വേഗം നടക്ക്. വെറുതെ അല്ല നിന്നെയൊക്കെ പോത്തേന്ന് വിളിക്കുന്നത്. കട്ടോണ്ട് വരാനുള്ള യാതൊരു ബോധമില്ല നിനക്ക്. എന്താ പുല്ലും തിന്നൂലേ? നോൺ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. ഒന്ന് സഹകരിക്കൂ. കളിക്കല്ലേ. അയ്യോ, ഈ പാതിരാത്രി ഏത് പന്നിയാടെ ഇവിടെ വന്ന് കിടക്കുന്നത്? അയ്യോ, വരൂ മകനെ, നിന്റെ സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വരില്ല. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. എനിക്ക് മരിക്കണ്ട. നീ മരിക്കണം. അയ്യോ, നിന്നെ ഞാൻ കൊല്ലും. എന്റെ ദൈവമേ, എന്താ എന്റെ ചെരുപ്പ്. അത് വേണമെങ്കിൽ നീ എടുത്തോ. രക്ഷപ്പെട്ടു. ഒന്ന് വേഗം വാ, നേരം എടുപ്പിക്കല്ലേ. ദൈവമേ, എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നേ. ഈശ്വരാ, മാർക്കണ്ഡേയൻ രക്ഷിച്ചങ്ങന്നേ, എന്നെയും രക്ഷിക്കണേ. കാലൻ എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. അവിടുന്ന് കണ്ണുറക്കണേ. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. സ്വൈര്യമായിട്ടൊന്നും മോഷ്ടിക്കാൻ കൂടി സമ്മതിക്കില്ല. ഇവരിട്ടൊരു പണി കൊടുക്കുക തന്നെ. ഉൽപ്പലാക്ഷ. ദൈവമേ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എല്ലാ നാമങ്ങൾക്കും അധിപനാണ് നാം. എന്താ നിന്റെ പ്രശ്നം? എന്നെ കൊണ്ടുപോകാൻ കാലം കാത്തു നിൽക്കുന്നു. പേടിക്കണ്ട, കാലൻ എന്നോടൊത്തൊരു ഡിസ്കഷൻ വന്നതാ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ധൈര്യമായിരിക്കൂ, നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. ഉറപ്പാണോ? ഉറപ്പ്. ആദ്യം കണ്ണു തുറക്കാതെ തറയിൽ കമിഴ്ന്നു കിടക്കണം, നേരം വെളുക്കുന്നതുവരെ. കിടന്നു. അനങ്ങരുത്. ഇല്ല. ശ്വാസം പോലും വിടരുത്. ഇല്ലേ ഇല്ല. അനങ്ങിയാൽ നിന്റെ മരണം ഉറപ്പ്. അയ്യോ, ഇനി ഞാൻ എന്റെ ഡിസ്കഷൻ തുടങ്ങട്ടെ. കൊള്ളാം. കാലൻ ഡിസ്കഷൻ നടത്താൻ ദൈവത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? സത്യമാണ് വൈദ്യരെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്താ വൈദ്യരെ, രണ്ടാളും കൂടി ഒരു കളിയും ചിരിയൊക്കെ നമ്മളും കൂടി ഒന്ന് കേക്കട്ടെ. അല്ല, ഉൽപ്പലാക്ഷം പറയായിരുന്നു. അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടി ഇന്നലെ രാത്രി ആരെ കട്ടോണ്ട് പോയി. എല്ലാരും അമ്പലത്തിൽ കൂടിയിരിക്കണം. വൈദ്യരോടും കൂടി ചെല്ലാൻ പറഞ്ഞു. ഉൽപ്പലാക്ഷ, നേര് പറ, ആരാ ഭണ്ഡാരം മോഷ്ടിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, കാലനായിരിക്കും. എന്നെ കിട്ടാത്ത ദേഷ്യത്തിന് ഭണ്ഡാരം കട്ടോണ്ട് പോയതാ. സത്യം പറ, നീ അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ച് കള്ളക്കഥ പറയല്ലേ? ഈ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ നേരെ. കയ്യെടുക്കടാ. എടാ, കയ്യെടുക്കാൻ. എന്റെ തല തെറിച്ചു പോയാൽ നിനക്കെന്താ? ഇനി നമ്മൾ അവിടെ ചെന്നില്ലേ നമ്മളെ സംശയാവും. ഞാൻ വരണോ? വരണം. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ഇവിടെ പറഞ്ഞ കാലന്റെ കഥയെങ്ങാനും അവിടെ ചെന്ന് പറഞ്ഞ നാട്ടുകാര് തല്ലി ചതച്ച് യഥാർത്ഥ കാലിന്റെ അടുത്ത് കൊണ്ടുവന്നാക്കും. നിന്നെ മാത്രമല്ല, നിന്നെ പാർപ്പിച്ച എന്നെയും. ഞാൻ ചെന്നില്ലാന്ന് വേണ്ട. കളിച്ച് കളിച്ച് പടച്ചോന്റെ മുതലെടുത്തിട്ടായി കളി. 40 കൊല്ലമായിട്ട് ഇവിടുത്തെ ശാന്തിക്കാരനാണ് ഞാൻ. ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു സംഭവം. തിരുവേലി വിഷമിക്കരുത്. തമ്പുരാന്റെ പണം എങ്ങും പോവില്ല. കട്ടവൻ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തരും. വൈദ്യര് വന്നല്ലോ. അറിഞ്ഞില്ലേ വിശേഷം? അറിഞ്ഞിടത്തോളം ഒക്കെ മതി. ലോകാവസാനായിന്നാ തോന്നണേ. ലോകാവസാനത്തിന് മുമ്പെങ്കിലും കള്ളനെ പിടിക്കണം. അതിന് പറ്റിയ ആളോടുണ്ടല്ലോ. ഉൽപ്പലാക്ഷം വിഷം നോക്കട്ടെ. അതിലും വേണം നമ്മൾ ആരെങ്കിലും നോക്കാവും. ഇവർ ഇന്നലെ നോക്കിയ കഥ നമുക്കറിയാലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഉൽപ്പലാക്ഷന്റെ വകയിൽ ഒരാൾ മിനിയാന്ന് രാത്രി ചത്തു. പുലതീര് മുമ്പ് നോക്കിയതാ കുഴപ്പമായത്. ഇനിയിപ്പോ നാരായണത്തള്ളിയും കണാരം കാണുന്നവരും ഒക്കെ ഇല്ല ഇവിടെ. അവര് പോരെ. അതിലാരുടെ അടുത്ത് പോണമെന്ന് തർക്കം വേണ്ട. നാരായണത്തള്ള തന്നെ ആയിക്കോട്ടെ. അത് മതി. ഓ, അല്ല, എല്ലാവരും ഉണ്ടല്ലോ. വരൂ വരൂ. തമ്പുരാന്റെ മുതല് പോകുമ്പോ ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. ഞാനായിട്ട് അഹങ്കരിക്കാന്ന് കരുതരുത്. ഈ നാട്ടില് മഷി നോക്കി സത്യം പറയാം വേറെ ആരാ ഉള്ളത്? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ വന്നത്. എല്ലാവരും അകത്തേക്ക് ഇരുന്നാട്ടെ.
ഈശ്വര, അവിടുത്തെ പണം മോഷ്ടിച്ചോനെ ഈ മഷിയിൽ തെളിയിച്ചു തരണേ. ഓം ശ്രീ ഓം ശ്രീ. എന്റെ ഭഗവതി, എന്തു പറ്റി? കള്ളൻ ആരാണെന്നൊന്ന് വേഗം പറയൂ. അവനെ കയ്യിൽ കെട്ടിയിട്ട് വേണം മുക്കാലി കെട്ടി അടിക്കാൻ. അടിച്ചാലൊന്നും പോരാ, കൊല്ലണം. എന്തായാലും പറയൂ. എനിക്കൊന്നും കാണുന്നില്ല. മഷിയിലൊന്നും തെളിയുന്നുമില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഒന്നും കാണുന്നില്ലെന്നോ? എന്നോട് ക്ഷമിക്കണം, എനിക്കിത് പറയാൻ വയ്യ. ഇതിനിവിടേക്ക് വന്നാ നമ്മളെ വേണം മുക്കാലി കെട്ടി അടിക്കാൻ. മുമ്പൊക്കെ കഴിവുണ്ടായിരുന്നു, തല്ലും കൂട്ടുമായിട്ടൊക്കെ പോയി. ഈശ്വരകോപം അല്ലാണ്ട് എന്ത് പറയാനാ? അതെ, ഏതായാലും കഷ്ടമായിപ്പോയി. വരട്ടെ. എന്റെ പുലകുളി അടിയന്തരം കണ്ടേ നീ അടങ്ങൂ. സത്യം സത്യമായി പറയുന്ന മഷിയായിരുന്നു നാരായണിത്തലയുടെ. ഇനി ആരെങ്കിലും അവരടുത്ത് പോവോ? ആ, എന്താ ചാത്താ, സുഖം തന്നെയല്ലേ? ഓ, തമ്പ്രാക്കന്മാർക്ക് വിരോധമല്ലെങ്കിൽ ചാത്തനൊന്ന് പറഞ്ഞോട്ടെ. എന്താ? സത്യം കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ കണാരൻകാരനൊരും ഒട്ടും മോശമല്ലല്ലോ. അവിടെ ചെന്നാലും ഗതി ഇത് തന്നെ ആവുമോ ചാത്താ? ചാത്തനല്ലേ തമ്പ്ര പറയുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ പ്രസിഡന്റ്? ഇനി അവിടെ പോകാഞ്ഞിട്ട് സത്യം തെളിയാതിരിക്കണ്ട. പോകാം. വന്നാട്ടെ വന്നാട്ടെ. മണിയണ്ട, മണിയണ്ട. എന്താ എന്താച്ചു? അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചത് ഞാനാ. അത് പിന്നെ ഞാനല്ലെങ്കിൽ നീ ആയിരിക്കും ഉറപ്പല്ലേ? ഒന്നിച്ച് കുറച്ച് പണം കിട്ടിയ തങ്കമണിനെയും കൊണ്ട് ഒളിച്ചോടാമെന്ന് കരുതി ചെയ്തതാ. അമ്പടാ, നീ ആള് കൊള്ളാലോ. ഇപ്പൊ ആകെ പ്രശ്നമായി. കമ്മിറ്റിക്കാരൻ എന്റെ അമ്മയുടെ അടുത്ത് പോയി. മഷിയിൽ എന്റെ മുഖം കണ്ടതുകൊണ്ട് അമ്മ സത്യം പറഞ്ഞില്ല. പിന്നെന്താ? എടാ, അത് കഴിഞ്ഞ് അവര് നിന്റെ അച്ഛനെ കാണാൻ പോയിരിക്കാം. മഷിയിൽ എന്റെ മുഖം കണ്ടാൽ നിന്റെ അച്ഛൻ സത്യം വിളിച്ചു പറയും. ഞാൻ കുടുങ്ങും. ഞാൻ കുടുങ്ങിയാല് എന്റെ അമ്മ നിന്റെ പഴയ കഥ മുഴുവൻ വിളിച്ചു പറയും. ആകെ പ്രശ്നമാകും. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒറ്റ വഴിയുള്ളൂ, നീ കൂടി ഈ മോഷണത്തിൽ പങ്കുചേരണം. നിന്റെ മുഖം കൂടി മഷിയിൽ കണ്ടാൽ അമ്മാവൻ സത്യം പറയില്ല, നമ്മൾ രക്ഷപ്പെടും. എനിക്ക് സമയം കളയണ്ട. നീ അത് എവിടെ വെച്ച്? പുഴക്കരയിൽ കുഴിച്ചിട്ടിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്കത് അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൂച്ചണം. നാരായണന്റെ മഷിനോട്ടത്തിന്റെ പൗറക്ക് എന്നേ പോയില്ലേ? ഗുരുവായ എന്നെ നിന്ദിച്ചവൾക്ക് ഇനി മഷിയിൽ ഒന്നും തെളിയില്ല. കാരണവര് തന്നെ കള്ളനെ കാണിച്ചു തരണം. ക്ഷേത്രമന്ദാരം പോവാന്ന് പറഞ്ഞാൽ കള്ളനെ അല്ല, അവന്റെ തന്തയെ വരെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ കള്ളൻ ദേവി സഹോശ്വര സ്വസ്ഥവഞ്ചിതഗിരികാശ്. എന്റെ പരദേവതേ, എന്താ? എന്തു പറ്റി? എനിക്കൊന്നും തെളിയുന്നില്ലല്ലോ എന്റെ ഭഗവതി. ആനകളും പെണ്ണുകൂടെ തല്ലുകൂടി ഉണ്ടായിരുന്ന സിദ്ധിയൊക്കെ പടിയിറങ്ങി പോയി കാണും. ആ, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പോവാം. അല്ല, ഞാൻ എന്നോട് ക്ഷമിക്കണം പ്രസിഡന്റ്. നിങ്ങളോടൊക്കെ ബഹുമാനമായിരുന്നു ഞങ്ങൾക്ക്, പക്ഷെ ഇപ്പൊ പുച്ഛമാണോ തോന്നേ? എന്താ എന്താ സംഭവിച്ചത്? നിന്റെ വയറ്റിൽ പറഞ്ഞത് കള്ളനായി പോയല്ലോ. കഴുതയ്ക്ക് കുതിര പിറക്കില്ലല്ലോ. ഓടിയായിട്ട് മോഷണം നടത്തണമെങ്കിൽ ഇങ്ങനെ തന്നെ നടത്തണം. തക്ക സമയത്ത് ബുദ്ധി തോന്നിയ കാരണം അമ്പല കമ്മിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിനകത്തുള്ള പണം മുഴുവൻ എടുത്തിട്ട് വേണം ഈ പെട്ടി ആരും അറിയാതെ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കാൻ. മുഖം മറക്കടാ, മുഖം മറയ്ക്കാൻ. എന്റെ എല്ലാം നിന്റെ. അത് പറഞ്ഞാ പോരെ? ഒന്നും കാണുന്നില്ല. ഞാനും കാണുന്നില്ല. നീ എന്ത് പണിയാ ചെയ്തത്? നീ പറഞ്ഞ പണി. ഓ, എന്നാ മാറ്റി പണി. എങ്ങോട്ടേക്കാ? എന്റെ ദൈവമേ, അമ്പലത്തിലെ ഭണ്ഡാരാണല്ലോ ഇത്. ഏത് കാട്ടുകള്ളന്മാരാണ് ഈ പണി ചെയ്തത്? ഏതായാലും ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഇത് വെച്ചൊരു കളി കളിക്കണം. വൈദ്യരെ, വൈദ്യരെ,
വൈദ്യരെ ഞാനാ പങ്കരാക്ഷൻ എനിക്ക് ഉൽപ്പലാക്ഷൻ ഒന്ന് കാണണം. കാണാം. ഇന്നലെ പുറത്തായിരുന്നു, ഇന്ന് കാലിനെ പേടിച്ച് മുകളിലിരിപ്പുണ്ട്. എനിക്ക് അവനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. താനും കൂടെ വാ. അയ്യോ ശബ്ദം ഉണ്ടാക്കാടോ. ഞങ്ങളെന്ന് വെച്ചാ പങ്കജാക്ഷനും വൈദ്യരുവാ. കള്ളം പറഞ്ഞെന്നെ കുരുക്കാനല്ലേ? വാതിൽ ഉറക്കില്ല. വാതിൽ തുറക്കണ പന്നി. കാട്ടുകള്ളനെ നിന്നെ നാട്ടിലെ മഷിനോട്ടക്കാരനാക്കിയ പങ്കജാക്ഷനാ പുറത്ത് തെണ്ടി. ഇവിടെ പറഞ്ഞാടോ. ഇപ്പൊ വിശ്വാസമായി. വാതിലടച്ചോ. എന്താ ഈ രാത്രിയില്ലേ? അത്യാവശ്യമുണ്ട്. നാളെ രാവിലെ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി അമ്പലത്തിലെ ഭണ്ണാരം എവിടെ ഉണ്ടെന്ന് നീ പ്രവചിക്കുന്നു. ഇതുകൂടി തെറ്റിയ ഇവന്റെ അവസാനത്തെ മഷിനോട്ടായിരിക്കും. ഒരിക്കലുമല്ല, പുതിയൊരു തുടക്കം. ഉൽപ്പലാക്ഷന്റെ വളർച്ചയുടെ തുടക്കം. എങ്ങനെയാ? അതാ മനസ്സിലാവാത്തത്. മനസ്സിലാക്കി തരാം. പുഴക്കരയിലെ മണപ്പുറത്ത് 2 കള്ളന്മാർ ഒളിപ്പിച്ചു വെച്ച ഭണ്ണാരം തൊട്ടപ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഞാൻ മാറ്റി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മഷി നോക്കി നാളെ ഈ രഹസ്യം നീ വെളിപ്പെടുത്തുന്നു. ഉൽപ്പലാക്ഷം വളരുന്നു, കണാരനും നാരായണിയും തളരുന്നു. ഏഷനെയും കുശുമ്പും കൊണ്ട് നമുക്ക് കഴിവുള്ള 2 മഷിനോട്ടക്കാരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി അവർക്കൊന്നും തന്നെ പ്രവചിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് കഴിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കാത്ത, എന്നാൽ അപാരമായ കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ശ്രീ ഉൽപ്പലാക്ഷന് അമ്പലമോഷണ കേസിനെ പറ്റി മഷി നോക്കാൻ ഒരവസരം കൊടുക്കണം. ഏതായാലും വൈദ്യർക്ക് വേണ്ടി ഞങ്ങളൊരു അവസരം നൽകാം. എന്നാൽ സത്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മഷിനോട്ടം എന്ന ബോർഡും വെച്ചുകൊണ്ട് ഉൽപ്പലാക്ഷനെ ഇനി ഇവിടെ ഇരിക്കാൻ പാടില്ല. മുകളിലുള്ളവൻ അറിയാതെ ഒന്നും നടക്കില്ലല്ലോ. ഉൽപ്പലാക്ഷം മഷി നോക്കട്ടെ. ലുങ്കിയിൽ പൊതിഞ്ഞ ഒരു ഭാണ്ഡക്കെട്ട്. ഭാണ്ഡമല്ല, ഞമ്മക്ക് കണ്ട് ഭണ്ഡാരമാ. ഭാണ്ഡത്തിനകത്താണല്ലോ ഭണ്ഡാരം. ഒന്ന് തെളിച്ചു പറയൂ. ജലവും മണലും ചേരുന്ന സ്ഥലം പുഴക്കരയാണോ? അതെ. പുഴക്കരയിലെ വഴിയുടെ ഇടതുഭാഗത്ത് കുറ്റിക്കാടുകൾക്കുള്ളിൽ കുളിച്ചിട്ടിരിക്കാണോ? പിന്നെ ഏതെങ്കിലും കള്ളം തുറന്നു വയ്ക്കോ? ശരി, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. ഹരി ഓം ശ്രീ. ഭണ്ഡാരം അവിടെ തന്നെ കാണുന്നേ. ഓം കല്യാണിയായ നമഃ. ഉൽപ്പലാക്ഷം പറഞ്ഞ സ്ഥലം ഏതാ? നിക്ക്. ഉൽപ്പലാക്ഷം പറഞ്ഞ സ്ഥലം ഇത് തന്നെ. ഉൽപ്പലാക്ഷന്റെ പ്രവചനം ശരി തന്നെ. എവിടെ ഉൽപ്പലാക്ഷൻ? ഞാനിവിടെ ഉണ്ട്. വലിയ ദിവ്യശക്തിയുള്ള ആളാണ്. തെറ്റിദ്ധരിച്ച് ക്ഷമിക്കണം. സാരമില്ല. ഏതൊരു മഹത് വ്യക്തിയും ആദ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെ തന്നെ അവസ്ഥ അതായിരുന്നല്ലോ. ഇന്നു മുതൽ നമ്മുടെ ഗ്രാമത്തില് ഒരേ ഒരു മഷിനോട്ടക്കാരനേ ഉള്ളൂ. അത് ഉൽപ്പലാക്ഷനാണ്. ഇനി അങ്ങോട്ട് ഉൽപ്പലാക്ഷന്റെ ശുക്രദശയായിരിക്കും. ഈ ദശയിൽ വക്രബുദ്ധികൾക്ക് വരെ വെച്ചടി കയറ്റമായിരിക്കും. വച്ചടി കയറ്റത്തിനിടയ്ക്ക് നല്ല ചുട്ട അടി കൊണ്ട് നട്ടല്ലൊടിഞ്ഞ് ചക്രശ്വാസം വലിക്കുമെന്നാ എന്റെ സംശയം. അങ്ങനെ സംശയം തോന്നിയാൽ നീ എന്റെ വൈദ്യശാലയിലോട്ട് വന്നാ മതി. നിന്റെ ശ്വാസം നിർത്തി തരുന്ന കാര്യം മഷി നോട്ടത്തിന്റെ ABCDEF ജയിച്ച് അറിഞ്ഞോളാത്ത ഞാൻ പ്രവചനം നടത്തിയാൽ നാട്ടുകാർ എന്നേക്കുമായി എന്റെ ശ്വാസം നിർത്തി തരുമെന്നാ എന്റെ പേടി. നീ ഭേദഗതനാകാതെ. എന്തോന്ന്? നീ പേടിക്കാതെ എന്ന്. നാളെ നേരം വെളുക്കും ആളുകളെത്തും ഓരോ കേസ് തെളിയിക്കാൻ. നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള വഴി എന്റെ തലയ്ക്കകത്തുണ്ട്. തലയ്ക്കകത്ത് വെച്ചോണ്ടിട്ട് എന്ത് പ്രയോജനം? ഇറക്കാൻ പോവാ. ഇന്ന് രാത്രി തന്നെ നമ്മൾ ഇതിലെ ലൊട്ടിലൊടുക്ക് മോഷണങ്ങൾ നടത്തുന്നു. അയ്യോ, മോഷണം? അതെ,
കിണ്ടി ലോട്ട ഇഡ്ഡലിക്കുട്ടവും തുടങ്ങിയ പാത്രങ്ങളും ആട് പശു കോഴി താറാവ് തുടങ്ങിയ വളർത്തുമൃഗങ്ങളും ഇതിനെയൊക്കെ പല സ്ഥലങ്ങളിലായി നമ്മൾ കുളിപ്പിക്കുകയല്ല ഒളിപ്പിക്കുന്നു. ആൾക്കാർ മഷി നോക്കാൻ എത്തുമ്പോൾ ഉൽപ്പലാക്ഷൻ സത്യം തെളിയിക്കുന്നു. എന്താ ഈ ബുദ്ധിയൊക്കെ ജയിലിൽ പോയപ്പോ കിട്ടിയതാ? അവിടെ ജയിലിൽ തന്നെ പോലൊരുത്തൻ കുട്ടിയിലുണ്ടായിരുന്നു. വളരെ സ്നേഹസമ്പന്നനായ ഒരു കാഞ്ഞ കള്ളൻ. പിന്നെ ഈ ജാതി ബുദ്ധിക്കാ പഞ്ഞം. പരിപാടി തുടങ്ങാം. ഇതല്ലടോ മോഷണം. അവിടെ ഓക്കെ അതോ?